കിലിയൻ എംബാപ്പയ്ക്ക് പരിക്ക് ആശങ്കപ്പെടുത്തുമോ എന്ന ചില സന്ദേഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത്തരം സംശയങ്ങൾക്കൊന്നും ഇടയില്ല എന്ന് പറയുന്നു ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദഷാംസ്. എംബാപ്പെ 100% ഫിറ്റ് ആണ് എന്നാണ് കോച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് ചേരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. അനിൽ, അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആ കിടിലൻ പോരിനായിട്ടാണ്. എംബാപ്പയ്ക്ക് പരിക്ക് ഉണ്ട് എന്നൊക്കെയുള്ള നേരത്തുള്ള ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം തള്ളുന്നു ഫ്രഞ്ച് ടീം. അപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ? ഗുഡ് ഈവനിങ് പ്രജിൻ. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ ആശങ്കയിലായിരുന്നു ഫ്രഞ്ച് ക്യാമ്പ് ഉണ്ടായിരുന്ന അവരുടെ ക്യാപ്റ്റൻ. അവരുടെ ഗോളടി യന്ത്രം കിലിയൻ എംബാപ്പയ്ക്ക് സെമി ഫൈനൽ പോലെ ഒരു നിർണായക മത്സരം നഷ്ടമാകുമോ, അല്ലെങ്കിൽ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയെങ്കിലും ഇറങ്ങിയാൽ പോലും അത് ചെറിയ തരത്തിൽ തിരിച്ചടിയാണ്. അങ്ങനെ ഒരു ആശങ്കയായിരുന്നു ഫ്രഞ്ച് ആരാധകർക്ക് തന്നെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മൊറോക്കോയ്ക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം ആ നിർണായക ഗോൾ നേടിയതിനു ശേഷം 77-ാം മിനിറ്റിലാണ് ഒരു അതിഗുരുതരമായ ഒരു ഫൗള് ഏറ്റ് അദ്ദേഹം പരിക്കേറ്റ് പുറത്താവുന്നത്. അതിനുശേഷം അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നു. അദ്ദേഹം ഗ്രൗണ്ടിൽ പുളഞ്ഞ് പരിക്ക് മൂലം അങ്ങനെ പുളയുന്ന കാഴ്ച കണ്ട, വേദന കൊണ്ട് പുളയുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ കളിക്കാനാവുമോ എന്നത് വലിയ ആശങ്കയായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫ്രഞ്ച് ആരാധകർക്ക് ആശ്വാസമേകിക്കൊണ്ട് അവരുടെ കോച്ച് ദിദിയർ ദഷാംസിന്റെ വാർത്താ സമ്മേളനത്തിൽ ആ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ കളിക്കും, അദ്ദേഹം 100% ഫിറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് മുഴുവൻ സമയം കളിക്കാനാകുമോ എന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഫ്രഞ്ച് ആരാധകർക്ക് വിശ്വസിക്കാൻ താല്പര്യം ഈ കോച്ചിൻ്റെ ദിദിയർ ദഷാംസിൻ്റെ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹമില്ലാതെ എന്ത് സെമി ഫൈനൽ എന്നാണ് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ചോദിക്കുന്നുള്ളത്. അപ്പുറത്ത് ലെമീൻ യമാൽ നിറഞ്ഞാടുമ്പോൾ ഈ വശത്ത് കിലിയൻ എംബാപ്പെ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ മത്സരം പൂർണ്ണമാകൂ, അതിനൊരു പൂർണ്ണത വരും. എന്തായാലും എംബാപ്പെ വരും എന്നുള്ള ആ ദഷാംസിൻ്റെ വാക്കുകൾ അത് വലിയ ആശ്വാസമാണ് ഫ്രഞ്ച് ആരാധകർക്കും ഒപ്പം തന്നെ ഫുട്ബോൾ ആരാധകർക്കും നൽകുന്നത്. പ്രജിത്ത്, അപ്പോൾ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് ആ കളിക്കായി നമുക്ക് കാത്തിരിക്കാം. രാത്രി 12:30 മത്സരം നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.